ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളന സ്മരണകളിൽ പതിയാശ്ശേരി മാങ്ങാമ്പറമ്പ് സംഗമം നടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായിരുന്ന ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ 1920 പടിഞ്ഞാറെ വെമ്പല്ലൂർ വില്ലേജ് അംശം അധികാരിയായിരിക്കവെ പങ്കെടുത്ത് ത്യാഗോജ്വലമായി ജോലി നഷ്ടപ്പെടുത്തിയ പതിയാശ്ശേരി മുഹമ്മദുണ്ണിയെ അനുസ്മരിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള പേരമക്കളും അനന്തരവരും ഉൾപ്പെട്ട പതിയാശ്ശേരി മാങ്ങാമ്പറമ്പത്ത് കസിൻസ് മീറ്റ് കൊടുങ്ങല്ലൂർ ജെ കാസിലിൽ നടന്നു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് P.A. സീതി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഒരുപാട് കുടുംബ സംഗമങ്ങളിൽ നടക്കുമ്പോൾ പതിയാശ്ശേരി കുടുംബ സംഗമവും നടക്കാറുണ്ട്. അതിന്റെ അടുത്താലുപാത്ര സംഘം നടക്കുമ്പോൾ ഞാൻ അതിൽ പലപ്പോഴും ഗസ്റ്റായിട്ട് സംബന്ധിക്കാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഒരു മനോവശം തോന്നുന്നത് നമ്മുടെ കുടുംബങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള സംഗമം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനോവിഷമത്തിലായിരുന്നു. അതിനെ ഒരിക്കൽ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു വേള പ്രസിദ്ധ ഈ രീതിയിലുള്ള സംഗമത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ പൊങ്കച്ചത്തിനപ്പുറം നമ്മുടെ അഭിമാനം പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള വിഷയമാണ് എനിക്കുള്ളത്. ഈ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിച്ച ഒരു മഹത്തായ പാരമ്പര്യം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടൊരു വസ്തുതയാണ്. 1920 ഇവിടെ ഡയസിലിരിക്കുന്ന അവിടെ എല്ലാം ബഹുമാനമായ നമ്മുടെ പടിഞ്ഞാറേ വെമ്പല്ലൂർ VS കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ റീന, നമുക്ക് ഒത്തുകൂടാനുള്ള അവസരം നേരത്തെ കിട്ടാത്തതുകൊണ്ട് ഡോക്ടർ റീനയുടെ പ്രിൻസിപ്പൽ പദവിയിൽ ആർദ്രമായി സഹായിക്കുന്നു, അനുഭവിക്കുന്നു. 1920 ദേശീയ തലത്തില് പ്രക്ഷോഭം ഇന്ത്യൻ എത്തിക്ക് വേണ്ടിയിട്ട് ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും പ്രക്ഷോഭം അലയടിക്കുക ഇവിടെ കേരളത്തിലും അതിന്റെ അലയടികളെല്ലാം ഉണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഭയപ്പാടൊക്കെ ഉണ്ട്. ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഇപ്പോഴും ഭയപ്പെടുന്ന വലിയ ഉദ്യോഗസ്ഥരുണ്ട്. സംഘടിതമായിട്ടുള്ള രീതിയുടെ കാലഘട്ടമായിരുന്നിട്ട് വരെ ഇപ്പോഴും ഭരണകൂടങ്ങളെ വിമർശിക്കാനും ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങളെ നയിക്കാനൊക്കെ ഭയപ്പെടുന്ന ഒട്ടേറെ ആളുകളാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലഘട്ടം പോയിക്കാലും വളരെ ഉന്നതമായിട്ടുള്ള ഒരു പദവിയാണ് നമ്മുടെ വല്യപ്പ പതിയാശ്ശേരി മാങ്ങാമ്പറമ്പത്ത് അഹമ്മദുണ്ണി അധികാരി വഹിച്ചിരുന്നത്. അംശമധികാരി, പടിഞ്ഞാറെ വെമ്പല്ലൂരിന്റെ അംശമധികാരിയായിരുന്നു അദ്ദേഹം. ഡോക്ടർ PM മുഹമ്മദ് നിസാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം മുൻ അംഗവും സംസ്ഥാന സർക്കാരിന്റെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന അഡ്വക്കേറ്റ് അബ്ദുള്ള സോണ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ P.K. നാസർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ചീഫ് കോർഡിനേറ്റർ ഫൗസിയ അഷ്റഫ് ആമുഖ ഭാഷണവും നിർവഹിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് സക്കീർ, കൃഷി വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ സക്കീന അബ്ദുൾ റഷീദ്, PM നഹദ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷണർ മുൻ അണ്ടർ സെക്രട്ടറി CA അബ്ദുൾ റഷീദ്, KS മുഹമ്മദ് ഷെരീഫ്, റംല മുഹിദ്ദീൻ, ഫൗസിയ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനതല കസിൻസ് മീറ്റ് സമർത്ഥമായി സംഘടിപ്പിച്ച ചീഫ് കോർഡിനേറ്റർ ഫൗസിയ അഷ്റഫിനെ കസിൻസ് മീറ്റിനു വേണ്ടി PA ഷമീം, PS സജിദ എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. SA അബ്ദുൾ ഷുക്കൂർ, പാരിലകത്തൂട്ട് സിദ്ദീഖ് എന്നിവർ മെമന്റോ നൽകി. 2004 തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘാടക സമിതിക്ക് വേണ്ടി കോമ്പയറിംഗ് ആങ്കറിംഗ് നടത്തിയ PM നഹ്ദിയെ അന്നത്തെ സ്വീകരണ കമ്മിറ്റി കൺവീനർ P.A. സീതി മാസ്റ്റർ ആദരിച്ചു. കസിൻസ് മീറ്റിലെ സീനിയർ കുടുംബാംഗം മറിയുമ്മ ഷംസുദ്ദീനെ ഏറ്റവും ജൂനിയർ അംഗമായ PM സ്മിത പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുടുംബാംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ കാട്ടകത്ത് KS മൊയ്തീൻ, ഡോക്ടർ ഇസ്മായിൽ അഹമ്മദ് റോജ, ഡോക്ടർ സമീർ എന്നിവർ ചേർന്ന് ആദരിച്ചു. തുടർന്ന് ഡോക്ടർ PM ഫിരിയലിന്റെ നേതൃത്വത്തിൽ ഗാനാലാപനം ഉണ്ടായിരുന്നു.